എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ അവസാനം സുധി അലഞ്ഞു നടക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ കുറെ ജോലികളൊക്കെ അവൻ ആദ്യം കിട്ടിയെങ്കിലും അതൊന്നും അവന് പോരായിരുന്നു. അതിനൊന്നും സ്റ്റാറ്റസ് പോരാ. തന്റെ അന്തസ്സിനൊത്ത ജോലിയൊന്നും അല്ലാതെ തന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി പോലും തനിക്ക് കിട്ടിയിട്ടില്ല. അതിനനുസരിച്ചുള്ള ജോലി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കാർ ഷോറൂമിലെ ജോലി പോലും അവൻ വേണ്ടെന്ന് വെച്ചത്. പക്ഷേങ്കില് അവസാനം എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങണം. വീട്ടിലൊരു വിലയില്ലാതായി. ഭാര്യയുടെ മുന്നിലും അതുപോലെ തന്നെയാണ്. എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ഒന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നേ. പാർക്കിൽ പോയി ഇനി പഴയതുപോലെ ഇരിക്കാനും പറ്റില്ല. പാർക്കിൽ പോയി ഇരുന്ന കാര്യമൊക്കെ വീട്ടിൽ പിടിച്ചോട് കൂടിയിട്ട് ആ പോക്കും നിലച്ചു. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം എന്ന് കരുതിയിട്ട് സുധി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഒടുവില് സുധി ഒരു ഹോട്ടലിന്റെ മുന്നിൽ, ഫേമസ് ആയിട്ടൊരു ഹോട്ടലാണ്. അങ്ങനെ അതിന്റെ മുന്നിലേക്ക് ചെന്ന് കഴിയുമ്പത്തിന് അവിടെ സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്നുള്ള ബോർഡൊക്കെ കണ്ടു. അങ്ങനെ സുധി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ടിപ് ടോപ്പ് വേഷം ഇൻസേർട്ടൊക്കെ ചെയ്ത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ കരുതിയത് എന്താ, ഫുഡ് കഴിക്കാൻ വന്നായിരിക്കുന്ന. സാറിന് എന്താ വേണ്ടേ, ഇരിക്കാനൊക്കെ പറയണം. അപ്പോഴാണ് സുധി പറയണേ, എനിക്ക് ഒരു ജോലിയാണ് വേണ്ടതെന്ന് പറയാം. ജോലിയോ? അതെവിടെ ഒരു പോസ്റ്റർ കണ്ടായിരുന്നു പറയാം. പോസ്റ്റർ നോട്ടീസ് കണ്ടിട്ടുണ്ടായിരുന്നു, ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എനിക്കൊരു ജോലി വേണമെന്ന് പറയണം. ഇത് കേട്ടത് ആഹാ, ജോലിക്ക് വേണ്ടി വന്നാണോ? ഞാനോർത്ത് വല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നായിരിക്കും എന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല എന്ത് ജോലി അറിയാന്ന് ചോദിക്കാം. അല്ല ഇവിടെ ഏതായാലും ഒഴിവുള്ളതെന്ന് ചോദിക്കണം. 2 സപ്ലയർമാരുടെ ഒഴിവുണ്ട്, പിന്നെ ഒരു ഓർഡർ എടുക്കുന്ന ആളുടെ ഒഴിവുണ്ടെന്ന് പറയണം. അല്ല ഈ സപ്ലയർമാരും ഓർഡർമാരെന്ന് പറഞ്ഞ് മനസ്സിലായില്ല. കാരണം സുധിക്ക് ഈ പറയുന്ന ജോലി എന്താണെന്ന് അറിയത്തില്ലോ. സപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കൊണ്ട് അവരുടെ മുന്നിൽ വെച്ചു കൊടുക്കണമെന്ന് പറയണം, കസ്റ്റമേഴ്സിന് മുന്നിൽ. പിന്നെ ഓർഡർ എടുക്കുന്ന ആൾ അറിയാലോ എന്ന് പറയണം. ഓ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓർഡർ എടുക്കുന്ന ജോലി മതി എന്ന് പറയണം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെയാന്ന് പറയണേ. അത്ര സമയമുണ്ടോ? പിന്നെന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഉണ്ടെ കയറിയാൽ മാത്രം മതി എന്ന് പറയണം. പിന്നെ സുധി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്ക് സമ്മതമാണെന്ന് പറയണം. എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് ചോദിക്കാം. വന്ന് കയറിയല്ലോ, അതിനു മുമ്പ് ശമ്പളത്തെ കുറിച്ചാണോ ചോദിക്കണമെന്ന് ചോദിക്കും. അല്ല ഞാൻ ചോദിച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അന്ന് ഇപ്പൊ തന്നെ കയറിക്കോളാൻ പറയാം. ഇപ്പോഴോ? ഞാൻ നാളെ വരാന്ന് പറയാം. അതെ നാളേക്കൊന്നും ഇല്ല, ഇന്ന് കയറാൻ പറ്റിയോ കയറാൻ പറയാണ്. കാരണം അവിടെ ആള് കുറവാണ് ഓർഡർ എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അവസാനം സുധി അന്ന് തന്നെ ജോലിക്ക് കയറുക. സുധിക്ക് അപ്പോഴാണ് സമാധാനമായത്. ഇതെങ്കിൽ ഇത് കിട്ടുന്ന ജോലി ആട്ടെ, തൽക്കാലത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ എന്തേലും വേണം. പിന്നീട് വൈകുന്നേരം ഭയങ്കര സന്തോഷത്തോടുകൂടി സുധി വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. തനിക്ക് ജോലി കിട്ടിയെന്നൊരു അഹങ്കാരത്തില. അപ്പൊ എന്ത് ജോലി എങ്ങനെയാണെന്നും വീട്ടുകാർ ചോദിക്കുന്നില്ലോ. ശ്രുതിയോടും ചെന്ന് പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുവാണ്. അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് സച്ചിയോടും വലിയ അഹങ്കാരത്തോട് പറയാ, എല്ലാരും എന്നെ ഭയങ്കര കളിയാക്കായിരുന്നല്ലോ, എനിക്ക് ജോലി കിട്ടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്, എനിക്ക് ജോലി കിട്ടിയല്ലോ എന്നൊക്കെ പറയണം. ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു എന്റെ മോൻ മിടുക്കനാന്നുള്ള കാര്യം. നിനക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നടാ മോനെ. അതെ, അല്ലെങ്കിലും നിനക്ക് അധിക നാളൊന്നും ഇങ്ങനെ ജോലിയില്ലാതെ നടക്കേണ്ടി വരില്ലെന്ന് അറിയായിരുന്നു. ഞാനാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിനക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കുള്ള അനുസരിച്ച് ജോലി കിട്ടുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, നല്ല കാര്യമാണ്, വൈകിയാണെങ്കിൽ ഒരു ജോലി കിട്ടിയല്ലോ എന്ന് പറയാം. ഇനി ഇതെങ്കിലും കളയാതെ നീ ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറയാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, എനിക്കിപ്പോ സമാധാനമായി, ഇനി ആരുടെ മുന്നിൽ തല കുനിക്കണ്ടല്ലോ. ശ്രുതിക്ക് ജോലി ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെയായിരുന്നു ചിലർ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇനിയിപ്പൊ ആ ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. അങ്ങനെ സ്വീറ്റ്സ് എല്ലാം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് രേവതിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും രേവതി വെട്ടി തിരിഞ്ഞങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം സച്ചി ചോദിച്ചു, നിനക്ക് നാണമില്ലാടാന്ന് ചോദിക്കുകയാണ്. പഴയ കാര്യങ്ങളൊന്നും അവൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. എന്നിട്ട് അവൻ സ്വീറ്റ്സും പൊക്കി പിടിച്ചുകൊണ്ട് കൊണ്ടേ കൊടുക്കാൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീനെ ചീത്ത പറയണം. പിന്നീട് സച്ചി അകത്തേക്ക് കയറിപ്പോയി. അതിനുശേഷം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സുധി പറഞ്ഞു, അത് പിന്നെ വലിയ ജോലിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലെന്ന് പറയാ. എന്ത് ജോലിയാന്ന് ചോദിച്ചിട്ട് സുധി പറഞ്ഞില്ല. കാരണം പറയാൻ പറ്റില്ല, ഹോട്ടലിൽ ഓർഡർ എടുക്കുന്ന ജോലിയാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ എന്ത് വിചാരിക്കും. കാരണം ഇത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ള താൻ അങ്ങനെ ഒരു ജോലിക്ക് പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവള് ചിലപ്പം എതിർപ്പ് പറയുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാ പറയേണ്ടെന്ന് വെച്ചാൽ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കണേ. പിന്നീട് സുധി പറഞ്ഞു, ഒരു നല്ല ജോലി കിട്ടുന്നോടം വരെ ഈ ജോലി തുടരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു പറയണം. ആ സമയം മുറിയിലേക്ക് വന്നിട്ട് സച്ചി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നേ അവൻ എന്തോ കൂലിപ്പണിക്ക് പോയതാന്ന് തോന്നേ, അല്ലെങ്കിൽ പിന്നെ ആദ്യ ദിവസം തന്നെ ശമ്പളം കിട്ടുമോ? ഈ സീറ്റ്സ് ഒക്കെ മേടിച്ചോണ്ടാണ് പൈസ വേണ്ടേ? അവൻ പറഞ്ഞെന്താ,
ശമ്പളത്തിൽ നിന്നെടുത്ത് മേടിച്ചെന്ന്. ഡെയിലി പൈസ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ കൂലിപ്പണിയൊക്കെ ഉള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, എന്താണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പം ആ ഒരു പേര് പറയേണ്ട കാര്യമില്ല, ജോലി ആയല്ലോ, നമ്മൾ എന്തിനാ വെറുതെ പറയണേ, അവരായി അവരുടെ പാടായി, അവരവരുടെ ജീവിതം ജീവിക്കട്ടെ, അതിനകത്ത് തലയിട്ട് വെറുതെ എന്തിനാ സച്ചിയേട്ടൻ വല്ലവരുടെ വായിക്കുന്ന ചീത്ത കേൾക്കണേന്ന് ചോദിക്കാം. രേവതിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം പ്രത്യേകിച്ച് സുധിയുടെ കാര്യത്തിൽ വെറുതെ എന്തിനാ, അവസാനം കുറ്റം മുഴുവൻ രേവതിക്കായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് രേവതി ഗുണത്തിനും ദോഷത്തിനും ഒന്നും പോവാറില്ല. പിന്നീട് രേവതി പൂക്കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അറിയാവുന്നൊരു ചേച്ചി അങ്ങോട്ട് വരുവാണ്. അങ്ങനെ പൂവൊക്കെ മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ചേച്ചി രേവതിയുടെ കഴുത്തിലെ ആ മഞ്ഞച്ചരട് കാണുന്നത്. ഇതെന്താ മോളെ, നീ മഞ്ഞച്ചരട് കെട്ടിക്കൊണ്ട് നടക്കണമെന്ന് നിൽക്കാം, നിന്റെ താലിമാല എന്തേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ എന്തു പറ്റി, അമ്മായിമ്മ എങ്ങനെ എടുത്ത് വാങ്ങിച്ചു വെച്ചോ? അല്ല സച്ചി നല്ലവനാണല്ലോ, അവൻ അങ്ങനെ കൊണ്ട് നശിപ്പിച്ച് കളയുന്ന സ്വഭാവമൊന്നുമില്ല, പിന്നെ അമ്മായിമ്മ എങ്ങനെ എടുത്തു വെച്ചോന്ന് ചോദിക്കേ. ഇല്ല ചേച്ചി എന്ന് പറയാം. അല്ല ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല എൻ്റെ പരിചയത്തിലുള്ള ഒരു കൂട്ടുകാരുടെ മോളുടെ കല്യാണം കഴിഞ്ഞു, പക്ഷേ എങ്കിൽ അമ്മായിമ്മ എല്ലാ സാധനങ്ങളും മേടിച്ച് പെട്ടിക്കകത്ത് വെച്ചു, ഒന്നും കൊടുത്തില്ല, അവൾക്ക് ഇടാൻ പോലും കൊടുത്തില്ല. പാവം ആ പെൺകുട്ടി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നറിയാവോ, അതോർത്ത് ഞാൻ ചോദിച്ചാന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, എൻ്റെ അമ്മായിമ്മ പാവാന്ന് പറയണ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിൽ ഊരി വെച്ചിട്ട് വന്നാന്ന് പറയണ. ആ സമയത്താണ് രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രൻ കേട്ടത് രവീന്ദ്രന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം 4 ആളുടെ മുന്നിൽ ഇറങ്ങി നിൽക്കുമ്പോഴത്തേനും അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അമ്മേനെ കുറിച്ച് ഒരു ചെറിയ കുറ്റം പോലും അവൾ പറയുന്നില്ല. പാവമുണ്ട്, ശരിക്കും പറഞ്ഞാൽ കഷ്ടം തോന്നും. പിന്നീട് അവർ പൂവൊക്കെ മേടിച്ചോണ്ട് അങ്ങോട്ട് തിരിയണ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. നീ ഇവിടെ എന്ത് നോക്കിയിരിക്കുക, അടുക്കള എന്ത് ജോലിയാണെന്ന് അറിയാവോ? രാവിലെ അവർക്ക് കഴിച്ചിട്ടൊക്കെ പോണ്ട ഫുഡ്, അതിന് നീ ഉണ്ടാക്കിയിട്ടുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് അവള് വന്നിട്ട് ഒരു പൂക്കട തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ കോടികളുടെ കച്ചവടമല്ല നടക്കണം ഇവിടെ. നിനക്ക് വേറെ ഒരു പണിയില്ലേ? അടുക്കള ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്റെ പൂക്കച്ചവടം ഒക്കെ നടത്തിയാൽ മതി, പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം രേവതിക്ക് ആ പടര് വെപ്രാളമായിപ്പോയി. ആ സമയത്ത് ആ പോയ ചേച്ചി ഇങ്ങ് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ അതെന്തിനാ അവര് വന്ന് ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കാണ്. ഒന്നുമില്ലാന്ന് പറയാണ്. അല്ല എന്താ മോളോട് വരെ ദേഷ്യമുണ്ട് അവർക്കെന്ന് ചോദിക്കാം. അത് പിന്നെ രാവിലെ അച്ഛനൊക്കെ ആണെങ്കിലും മരുന്നൊക്കെ കഴിക്കേണ്ട, ഫുഡ് റെഡിയാക്കിയിട്ടില്ലായിരുന്നു, അപ്പൊ ഞാൻ ആ കാര്യം മറന്നുപോയി. ഈ പൂക്കട വന്നിരുന്ന ആ കാര്യമൊക്കെ ഞാൻ ഓർക്കില്ല എന്ന് പറയണം. അതെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് രേവതി അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. രവീന്ദ്രന് വിഷമമായിപ്പോയി. കാരണം എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് രേവതി. എല്ലാവരുടെ വായിരിക്കുന്ന ചീത്ത, പ്രത്യേകിച്ച് ചന്ദ്രമതിയുടെ വായിരിക്കുന്ന ചീത്ത മുഴുവനും കേൾക്കണം. നാട്ടുകാർ കേട്ട് കഴിയുമ്പോഴത്തേന് എന്താ വിചാരിക്കുക, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് രവീന്ദ്രൻ അകത്തേക്ക് കയറി ചെല്ലുവാണ്. എന്നിട്ട് ചന്ദ്രമതി ചോദിച്ചു, ചന്ദ്രേ നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക. ആരോട്? രേവതിയോട്. അല്ല അവൾക്കിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ അറിയാമല്ലേ? അവള് മാത്രമല്ലോ വീട്ടിലുള്ള, വേറെ 2 മരുമക്കളുണ്ട്, നീയുണ്ട്, നിനക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ, പിന്നെന്തിനാ അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നേ? അങ്ങനെയാണെങ്കിൽ വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവരോട് എന്താ നീ പറയാത്തേന്ന് ചോദിക്കും. പിന്നെ അവർക്ക് ജോലിക്ക് പോകണമെന്ന് പറയാം. ഇതെന്താ ഇവൾക്ക് പിന്നെ ജോലി ഇല്ലേന്ന് ചോദിക്കും. പിന്നെ ഇവളൊരു തുക്കടാച്ചി പൂക്കട വെച്ചോണ്ടിരിക്കുന്നവണക്കാണ് അവര്. ഒരാൾ ബ്യൂട്ടി പാർലർ നടത്തുന്നു, ഒരാളാണെങ്കിലോ ഡബി സ്റ്റുഡിയോയില്. പിന്നെ അതുപോലെയാണോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ ഒരു കാര്യം നീ വിചാരിക്കണം, ഇങ്ങനെ ചെറുതാക്കി കാണേണ്ട കാര്യമല്ലോ ഒരു ജോലിയെ. അവൾ അവളുടെ അന്തസ്സിന് നല്ല ജോലി തന്നെ ചെയ്യുന്നത്, അവൾക്ക് അറിയാവുന്ന ജോലി അവൾ ചെയ്യുന്നു, നീ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നീ ആ എടുത്തു വെച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ അവൾക്ക് കൊടുക്കുക, 4 ആളുടെ മുന്നിൽ അവളാ നാണം കിട്ടി നിൽക്കുന്നതെന്ന് പറയാം. അവള് പറയുന്നുണ്ടായിരിക്കും എൻ്റെ അമ്മായിമ്മ മേടിച്ചു വെച്ചാന്ന്, അത് നിന്റെ സ്വഭാവം അല്ല അവൾക്ക്, അവള് വേറെയാ. പിന്നെ നീ ആണെന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നേനെ. പക്ഷെ അവൾ അങ്ങനെയൊന്നും പറയാൻ പോയിട്ടൊന്നുമില്ല. അവൾക്ക് എന്താണെങ്കിലും അഭിമാനമുള്ള പെൺകുട്ടിയാ, അതുകൊണ്ട് സ്വന്തം അമ്മായിമേനെ നാട്ടുകാരുടെ മുന്നിൽ കരിവാരിത്തേക്കാനായിട്ട് അവൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതിയെ കണ്ടുകഴിഞ്ഞപ്പത്തിനും പറഞ്ഞു, വന്നിരിക്കുന്ന കണ്ടില്ലേ, നേരത്തെ കാലത്ത് ഫുഡ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് തോന്നിയ ദിവസം പോയിരുന്നിട്ട് വരുവാന്ന് പറഞ്ഞ് ചീത്ത പറയണം. രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട എന്തിരെ, നീ ഇനി അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകണ്ടെന്ന് പറയണം. പിന്നീട് രേവതിയോട് മോളൊരു കാര്യം ചെയ്യുക, ഇവളോട് ഞാൻ പറഞ്ഞ സ്വർണം മേടിച്ചുതരാം, മോൾ അത് ഇട്ടുകൊണ്ട് നടന്നാൽ മതി എന്ന് പറയാം. രേവതി പറഞ്ഞു, വേണ്ടച്ചാ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാണ്. എനിക്ക് എൻ്റെ ഭർത്താവ് എപ്പോഴാണ് മേടിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പം ഇട്ടോളാം എന്ന് പറയാം. പിന്നെ ഇവളുടെ ഭർത്താവ് മേടിച്ചെന്ന് പോലും കാർ ഓടിച്ചിട്ട് ഇപ്പം അവൻ സ്വർണം മേടിക്കാൻ പോവല്ലേ, അവന് മദ്യ ഷോപ്പിൽ കൊടുക്കാനുള്ള പൈസ തികയുന്നില്ല, പിന്നെയാ നിനക്ക് സ്വർണം മേടിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ ഭയങ്കരമായിട്ടും കൂടെ പുച്ഛിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സച്ചി ഇത് കേട്ടു. സച്ചിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. രേവതിനെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് കളിയാക്കുന്ന, സ്വർണ്ണമില്ലാത്തതിന്റെ പേരിൽ ചന്ദ്രമതി കുത്തുന്നതൊക്കെ. ബാക്കി എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടംപോലെ സ്വത്തും പണമൊക്കെ ഉണ്ട്, അവരുടെ വീട്ടിൽ നിന്ന് നന്നായിട്ട് തരും, പക്ഷെ ഇവളുടെ വീട്ടിൽ നിന്നൊന്നും തരാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അതേ നിങ്ങളാരും അവൾക്കൊന്നും കൊടുക്കൊന്നും വേണ്ട, പറഞ്ഞു കേട്ടല്ലോ, എൻ്റെ ഭാര്യയ്ക്കുള്ള ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറയണം.
പിന്നെ വാങ്ങിച്ച കൊടുത്തു തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ കളിയാക്കുവാണ് ചന്ദ്രൻ. നീ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് കാണണമല്ലോ, ഈ ആയുസിൽ ഈ ജന്മത്തിൽ നിനക്കൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ട് ചന്ദ്രമതി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് സച്ചി താൻ വണ്ടി ഓടിക്കുന്നിടത്തേക്ക് ചെല്ലുവാണ്. അപ്പം ബാക്കി ഡ്രൈവർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്കൊരു ചിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ചിട്ടി ഇടുന്ന ദിവസമാണ്. അങ്ങനെ സച്ചി ഇതിനു മുമ്പ് അങ്ങനെ ചിട്ടി പിടിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ സച്ചിയുടെ മനസ്സിൽ രേവതിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവൾക്കൊരു മാലയെങ്കിലും മേടിച്ചു കൊടുക്കണം. പാവം, മാലയൊക്കെ ഇല്ലാതെ നടന്നു കഴിയുമ്പോഴത്തേനും എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അവൾക്ക് വിഷമമായിട്ടുണ്ട്. പക്ഷെ തൻ്റെ മുന്നിൽ അവൾ അതങ്ങനെ പറയുന്നത് ഇല്ലെന്നൊക്കെ ഉള്ളൂ. പിന്നീട് സച്ചി വെച്ച് ആർക്കെങ്കിലും പൈസ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് തോന്നി സച്ചി ഇന്ന് വരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ളവനല്ല, എന്തോ കാര്യമുണ്ട്. പിന്നീട് സച്ചിയോട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനൊന്നുമില്ല, എനിക്ക് രേവതിക്ക് ഇച്ചിരി സ്വർണം മേടിക്കണമായിരുന്നു പറയണം. ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു, എന്നാലും നീ പൈസ എടുത്തോളാൻ പറയാണ്, ചിട്ടി പൈസ. മഹേഷിന് ആവശ്യം ഉണ്ടായിരുന്നു, എന്നാലും മഹേഷ് സച്ചിയോട് എടുത്തോളാൻ പറയാണ്. സച്ചി അങ്ങനെ പൈസയൊക്കെ മേടിച്ചുകൊണ്ട് പോരുക, ചിട്ടി പൈസ. കാരണം ഇത് വെച്ച് അവൾക്ക് ഒരു താലിമാല മേടിച്ചു കൊടുക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. കാരണം എല്ലാവരുടെ മുന്നിൽ അവളെ നാണം കെടുത്താൻ ഇനിയും പറ്റില്ല എന്ന് കരുതി സച്ചി അവൾക്ക് വേണ്ടി ഒരു താലിമാലയൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി സച്ചി താലിമാല അവളെ ഏൽപ്പിക്കുകയാണ് രേവതിനെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി സമനിലയായിട്ട് നിൽക്കുകയാണ്. സച്ചിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതുവരെ സ്വർണം മേടിക്കുക അങ്ങനെയും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ ഇവിടെ ഒരാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഭാര്യനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ കഴിയില്ലാത്തതുകൊണ്ട് സച്ചി താലിമാലയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ഇനിയിപ്പം ചന്ദ്രമതിയൊക്കെ തിരിച്ചറിയാൻ പോവുള്ളൂ സച്ചി ആരാന്ന്. കാരണം ഭാര്യനെ നോവിച്ചിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് സഹിക്കില്ലെന്നുള്ള കാര്യം. കാർ ഓടിച്ചാലും അവന് സ്വർണം മേടിക്കാൻ പറ്റുമെന്ന് അങ്ങനെ സച്ചി തെളിയിച്ചു കൊടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.